പടത്തിന്റെ രചയിതാക്കളായിട്ടുള്ള സുമിത് അറോറയും അനുരാഗ് സിംഗും ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ചില സംഭവങ്ങളെ 1971 കഥയിലേക്ക് നൈസായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ 3 പേരും ഒരു ഹഡിൽ പോലെ നിൽക്കുമ്പോൾ ലെറ്റ്സ് ഗിവ് ദം ഹെൽ എന്ന വിരാട് കോഹ്ലിയുടെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് അവർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അനുരാഗ് അറോറ അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്ന അണയാത്ത ഒരു ദിയയുടെ കഥ അവർ എടുത്തിട്ടുള്ളത് വരുൺ ഗ്രോവർ അടുത്ത് ചെയ്ത ഒരു സ്റ്റാൻഡപ്പ് കോമഡി സെറ്റിൽ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഈ സിനിമയിൽ വരുൺ ധവൻ അവതരിപ്പിക്കുന്ന ഹോഷിയാർ സിംഗ് എന്ന കഥാപാത്രം അതേ പേരിലുള്ള ശരിയായ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതേ ഹോഷിയാർ സിംഗിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മേജർ രവി 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മേജർ സഹദേവൻ എന്ന കഥാപാത്രത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ പടം കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാകും, ഓപ്പോസിറ്റ് സൈഡിലുള്ള സൈനികനും രാജ്യത്തിനു വേണ്ടി നമ്മളെപ്പോലെ തന്നെ യുദ്ധം ചെയ്യുകയാണ്, അയാൾക്കും കുട്ടിയും കുടുംബവും ഉണ്ട് എന്നൊരു മനുഷ്യത്വപരമായ സംഗതിയെ ആ പടം അഡ്രസ്സ് ചെയ്തിരുന്നു. ഇവിടെയും അതുപോലെ ഒരു നിമിഷം പടത്തിൽ വന്നു പോകുന്നുണ്ട്. ബോർഡർ 2 നരേറ്റീവ് കൊണ്ട് അത്ഭുതപ്പെടുത്തുന്നൊന്നുമില്ല. പക്ഷേ നിലവിലെ രാജ്യസ്നേഹം പടങ്ങളിലെ വെറുപ്പ് വിൽപ്പന നോക്കുമ്പോൾ ഈ പടത്തിൽ വിഷത്തിന്റെ അളവ് താരതമ്യേന കുറവാണ്. അതൊരു വലിയ ആശ്വാസം തന്നെയാണ്.